തൃശൂർ മണലൂരിൽ ഇപ്പോൾ വിവാദം കൊഴുക്കുന്നത് കിറ്റിന്റെ പേരിലാണ്. മണലൂരിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബിജെപി ശ്രമിക്കുന്നുവെന്നാണ് മണലൂർ യുഡിഎഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ പറയുന്നത്. വോട്ടും നോട്ടും എന്നതാണ് ബിജെപിയുടെ മുദ്രാവാക്യം. സാരി വേണ്ടവർക്ക് സാരിയും കിറ്റ് വേണ്ടവർക്ക് കിറ്റും വിതരണം ചെയ്യുന്നു. കിറ്റ് വിവാദത്തിൽ ബിജെപി നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്നും ടി.എൻ. പ്രതാപൻ മീഡിയ വണിനോട് പറഞ്ഞു. ഇന്നലെ മണലൂരിൽ കിറ്റ് വിവാദം വലിയ ചർച്ചയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ വീണ്ടും പ്രചാരണ രംഗത്ത് സജീവമാണ് ടി.എൻ. പ്രതാപൻ. ഉറക്കമൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ 3 മണിയാവും രാത്രി വെളുപ്പാൻ കാലത്ത് ഉറങ്ങാൻ വേണ്ടി കിടക്കാൻ വേണ്ടി പോകുമ്പോൾ 6 മണിക്ക് എഴുന്നേൽക്കും. കഴിഞ്ഞൊരു 20 ദിവസമായിട്ട് 3 മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ. ആകെയുള്ളൊരു സന്തോഷം 4 നേരം കുളിക്കും. രാവിലെ 7 മണിക്ക് ഇതേപോലെ വാക്ക് വിത്ത് മണലൂരുണ്ട്. ആ വാക്ക് ഫോർ മണലൂരിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ കുളി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വീണ്ടും കുളിക്കും. ഉച്ചയ്ക്ക് കുളിക്കും, വൈകിട്ട് കുളിക്കും, രാത്രി കുളിക്കും. ഈ ഇന്നലത്തെ കിറ്റ് വിവാദത്തിന് ശേഷം എന്താണ് ഇപ്പോൾ മണലൂരിലെ സ്ഥിതി? എന്താണ് ആ സംഭവത്തിൽ താങ്കൾക്ക് പറയാൻ? ഞങ്ങൾ ഈ കിറ്റ് വിതരണം ചെയ്ത് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയത് യാഥാർത്ഥ്യമാണെന്ന് എല്ലാ ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരും റിട്ടേണിംഗ് ഓഫീസറും ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെ സാന്നിധ്യത്തിലാണ് അത് കണ്ടുപിടിച്ചത്. പോലീസ് ആ കിറ്റുകൾ കസ്റ്റഡിയിലെടുത്തു. പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കിറ്റ് തയ്യാറാക്കിയ 2 ഉടമകളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നെ വെറുതെ കേസില്ലാതെ പോലീസ് കേസെടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് അത് എന്തെങ്കിലും എവിഡൻസ് ഇല്ലാതെ സാധനം കൊണ്ട് കസ്റ്റഡി വയ്ക്കും. നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ആരുടെ വീട്ടിൽ നടരാജൻ്റെ വീട്ടിൽ കിറ്റ് ഇരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ കിറ്റ് ഇലക്ഷൻ എടുത്തുകൊണ്ട് പോകും. ഇത് കൃത്യമായും തയ്യാറാക്കി ചോദ്യം ചെയ്യപ്പോൾ ഇന്ന ആളുകൾ തയ്യാറാക്കിയതെന്നാണ് തയ്യാറാക്കിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തതെന്ന് പറഞ്ഞാൽ RSSകാരനെ അറസ്റ്റ് ചെയ്തു. അതേപോലെ കിറ്റ് തയ്യാറാക്കിയ ഉടമയെ അറസ്റ്റ് ചെയ്തു. കിറ്റ് കസ്റ്റഡിയിലെടുത്തു. ആ സ്ഥാപനം സീൽ ചെയ്തു താൽക്കാലികമായി. ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം ഇതിൻ്റെ പുറകിൽ കൊച്ചിയിലെ ഒരു PR ഏജൻസി ഉണ്ട്. ക്ലിയറായി ഞങ്ങൾക്ക് എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ആ PR ഏജൻസി ഏതാണെന്ന് ഇലക്ഷൻ കമ്മീഷനും പോലീസും കണ്ടുപിടിക്കണം. ഒപ്പം ഇപ്പോൾ ഇത് ഓർഡർ കൊടുത്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത RSSകാരന് ഒരു ടൂള് മാത്രമാണ്. അതല്ല, ഇതിൻ്റെ പുറകിലുള്ള യഥാർത്ഥ ആളാരാ? അവിടെ ഉണ്ടായിരുന്നത് BJP സ്ഥാനാർത്ഥിയുടെ ഇലക്ഷൻ പ്രചരണം ചുക്കാൻ പിടിക്കുന്ന ഒരു OBC മോർച്ചയുടെ ഭാരവാഹിയാണ് അവിടെ ഉണ്ടായിരുന്നത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കൃത്യമായി ഇതിന് പുറകിൽ അവർക്കെതിരെ കേസെടുക്കണം. ഇത് ചെയ്തവർക്കെതിരെ കേസെടുക്കണ്ടേ? അവർക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ പോലീസിനോട് ആവശ്യപ്പെട്ട എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തത്. ഞാൻ അതിൻ്റെ റിസൾട്ടിനെ ബാധിക്കില്ലെന്നാണോ പറഞ്ഞത്? അട്ടിമറിക്കാൻ ശ്രമമുണ്ടോ? ഈ പണം നമ്മൾ മനസ്സിലാക്കിയത് സാരിയും നോട്ടും പുതിയ മുദ്രാവാക്യം അറിയിക്കുകയാണ്. സാരി വേണ്ടവരോട് പേര് ശേഖരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. സാരി വേണ്ടവരും കിറ്റ് വേണ്ടവരും പേര് തയ്യാറാക്കുകയാണ്. എന്നിട്ട് സാരിയും നോട്ടും എന്നാ ഞങ്ങൾ ഇന്നലെ മുതൽ എല്ലാ ബൂത്തിലും ജാഗ്രത സമിതി ഉണ്ടാക്കി. പിന്നെ UDFന്റെ ഭടന്മാർ വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് പകലും രാത്രിയും. ഞങ്ങൾക്ക് 235 ബൂത്തിലും കൃത്യമായും സംവിധാനമുള്ളൊരു സ്ഥലമാണ്. 3 മാസം മുമ്പ് 235 ബൂത്തിലും ഞങ്ങൾ UDF കമ്മിറ്റി ഉണ്ടാക്കണം. ഞങ്ങളിത് കൃത്യമായി വാച്ച് ചെയ്യും, ഞങ്ങൾ ഇടപെടും. ഒരു കാരണവശാലും BJP പണം കൊടുത്തും കിറ്റ് കൊടുത്തും ഇലക്ഷൻ അട്ടിമറിക്കാൻ ശ്രമം നടക്കില്ല. BJPയെ നേരിടാൻ മണലൂർ UDF ഉള്ളൂ. എല്ലാവരും ആശംസകൾ. എന്തായാലും അദ്ദേഹം വളരെ ഊർജ്ജസ്വലമായി ഇപ്പോഴും പ്രചാരണത്തിൽ തുടരുകയാണ്. എതിർ മുന്നണികളുടെ എന്ത് അടവ് പ്രയോഗിച്ചാലും അത് തന്നെ ബാധിക്കില്ലെന്നും ടി.എൻ. പ്രതാപൻ പറയുന്നു. തൃശൂർ മണലൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ വൺ.